السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله العظيم. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, ഈ ഖുതുബ ഈ ആഴ്ച ചർച്ച ചെയ്യുന്ന വിഷയം ആഫത്തുൽ മുഖദ്ദിറാത്ത്, കാലിക പ്രസക്തമായ വിഷയത്തെക്കുറിച്ചാണ്. മയക്കുമരുന്നിൻ്റെ വിപത്തിനെയും മയക്കുമരുന്ന് പ്രൗഢിയുള്ള ഒരു മനുഷ്യനെ നീചനാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ ഖുതുബ നമ്മെ ഉണർത്തുന്നത്. ആദ്യമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുക. ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്താണ് സംവിധാനിച്ചിരിക്കുന്നത്, ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നവർ ചിന്തിക്കട്ടെ, വിചിന്തനം നടത്തട്ടെ. കാരണം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ ഓരോരോ കർമ്മങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്, അറിയുന്നവനാണ് സർവശക്തനായ റബ്ബ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു ഈ സുന്ദരമായ ഇസ്ലാമിനെ സംവിധാനിച്ചിരിക്കുന്ന അല്ലാഹുവിൻ്റെ റഹ്മത്തിലൂടെയാണ്. ആ റഹ്മത്തിൽ അധിഷ്ഠിതമായി മതത്തെയും ശരീരത്തെയും അവൻ്റെ ബുദ്ധിയെയും അവൻ്റെ സമ്പത്തിനെയും അവൻ്റെ അഭിമാനത്തെയും ഈ റഹ്മത്തിലൂടെ അല്ലാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ഈ പറയുന്ന 5 കാര്യങ്ങളെയും, മതമായാലും അവൻ്റെ ശരീരമായാലും അവൻ്റെ ബുദ്ധിയായാലും അവൻ്റെ സമ്പത്തായാലും അവൻ്റെ അഭിമാനമായാലും, അതിനൊക്കെയും കോട്ടം വരുത്തുന്ന, അതിനൊക്കെയും തകർക്കുന്ന ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് ഡ്രഗ്സ് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആലയും അവൻ്റെ ആദരണീയ ദൂതനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെയും വളരെ ശക്തമായി തന്നെ മയക്കുമരുന്നിനെയും ലഹരിയെയും എതിർത്തിട്ടുണ്ട്. ഖുർആൻ പറയുന്നത്, വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വളുൽമൻ ഫസൗഫ നുസ്ലീഹി നാറ. നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. അല്ലാഹു നിങ്ങളുടെ ഏറെ കരുണയുള്ളവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഇനി അക്രമമായി ആരെങ്കിലും സ്വന്തം ശരീരത്തെ വധിച്ചു കളയുകയാണെങ്കിൽ, സ്വന്തം ശരീരത്തെ കൊന്നുകളയുകയാണെങ്കിൽ, അതേതു മാർഗത്തിലൂടാകട്ടെ, ചിലപ്പോൾ അവൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ നശിപ്പിക്കുകയാണെങ്കിൽ നരകത്തിൻ്റെ തീയിലിട്ട് അവനെ കരിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകൾ, അതിശക്തമായി തന്നെ അത്തരക്കാരെക്കുറിച്ചും അത്തരം മോശപ്പെട്ട സ്വഭാവത്തെക്കുറിച്ചും പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. അതുതന്നെയാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് അടിവരയിട്ടുകൊണ്ട് ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, മൻ ഖതല നഫ്സഹു ബിസുമ്മിൻ ഫസുമ്മുഹു ബിയദിഹി യതഹാസ്സഹ് ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. ആരെങ്കിലും വിഷം കഴിച്ചുകൊണ്ട് സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ, അവൻ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുകയാണെങ്കിൽ, അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ ശാശ്വതമായ നരകത്തിൽ അതേ സ്വഭാവം കൊണ്ട്, അതേ പ്രവൃത്തി കൊണ്ട് അവനെ പരീക്ഷിക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, സ്വന്തം കുടുംബത്തിനും സ്വന്തത്തിനും മക്കൾക്കും ഭാര്യക്കും വേണ്ടി ചെലവഴിക്കേണ്ട ഈ പണം ലഹരിക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ ഓർത്തുകൊണ്ടാണ്. മക്കൾ അനുഭവിക്കേണ്ട, സ്വന്തം ഭാര്യ അനുഭവിക്കേണ്ട, അവൻ സ്വന്തമായി സന്തോഷത്തോടെ അനുഭവിക്കേണ്ട പണം മുഴുവനും ഡ്രഗ്സിനും മയക്കുമരുന്നിനും വേണ്ടി ചെലവഴിക്കുന്ന മനുഷ്യരെ ഓർത്തുകൊണ്ടാണ്
ലജ്ജയാണ് നമുക്ക് തോന്നേണ്ടത്. കാരണം നമ്മുടെ സമയത്തെക്കുറിച്ചും നമ്മുടെ പണത്തെക്കുറിച്ചും നമ്മുടെ ശൈലികളെക്കുറിച്ചും നാം സ്പെൻഡ് ചെയ്ത ഓരോരോ സെക്കൻഡുകളെക്കുറിച്ചും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അൻ ഉമരിഹി ഫീമ അഫ്നാഹ് വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹ്. കാരണം ആയുസ് എങ്ങനെ ചെലവഴിച്ചെന്നും സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കിയെന്നും ആ സമ്പത്ത് എന്തിനു വേണ്ടി ചെലവഴിച്ചെന്നൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല നാളെ അന്ത്യനാളിൽ നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും. ആ ചോദ്യത്തിനൊക്കെയും കൃത്യമായി മറുപടി പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത്രയും മോശപ്പെട്ട സ്വഭാവം നമ്മുടെ മക്കൾക്കുണ്ടായിക്കൂടാ, നമ്മുടെ കൂട്ടുകാർക്കുണ്ടായിക്കൂടാ. അവരെ യഥാർത്ഥ വഴിയിലേക്ക്, സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് അവരെ കൈപിടിച്ചു ഉയർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സ്നേഹം മാത്രമാണ് മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ മാർഗം. ബഹുമാനപ്പെട്ട ഇമാം ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നതായി കാണാം, ലൗ കാനൽ അഖ്ലു യുഷ്തറാ ലതഗാല الناس في ثمنه فالعجب لمن يشتري بماله ما يفسده. അഥവാ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗിച്ചാൽ അവൻ്റെ ബുദ്ധി നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇമാം ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്, ബുദ്ധി എങ്ങാനും വിൽക്കാൻ വെച്ചിരുന്നുവെങ്കിൽ ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും സമയവും ചെലവഴിച്ചുകൊണ്ട് ആ ബുദ്ധി വാങ്ങാൻ അവർ തിരക്ക് കൂട്ടുമായിരുന്നു. പക്ഷേ അത്ഭുതം, സ്വന്തം പണം കൊടുത്തുകൊണ്ട്, സ്വന്തം ക്യാഷ് കൊടുത്തുകൊണ്ട് സ്വന്തം ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന ആളുകളെക്കുറിച്ച് ഓർത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹസ്സനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം ഓരോരുത്തർക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊൽ അൻ റഇയതി. നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നാം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ നാം നന്നായി നിസ്കരിക്കുന്ന ആളുകളായിരിക്കാം, മോശപ്പെട്ട ലഹരിയിൽ നിന്ന് രക്ഷപ്പെട്ടവരായേക്കാം. പക്ഷെ നമ്മുടെ മക്കൾ അങ്ങനെയല്ലെങ്കിൽ ആ മക്കളെ നന്മയുടെ വഴിയിലേക്ക് ഗൈഡ് ചെയ്യേണ്ടത്, നന്മയുടെ പാന്താവിലേക്ക് സ്നേഹത്തോടെ കൈപിടിച്ചവർ വരുത്തേണ്ടത് അത് നമ്മുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ മുന്നിൽ നമ്മുടെ മക്കളെ ഓർത്തുകൊണ്ട് നാം സങ്കടപ്പെടേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മയും നമ്മുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു തആല യഥാർത്ഥ മുഅ്മിനുകളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.